ഞാൻ ഈ പ്രോജക്റ്റിൽ ആദ്യം ശരിക്കും ഇല്ലായിരുന്നു. പ്രൊഡ്യൂസർ എന്ന നിലയിൽ ദീപുമായിട്ട് ചേർന്ന് ആദ്യം ഒരു ഫിലിം ചെയ്തു. അതിനകത്ത് ദീപുവല്ല ഡയറക്റ്റ് ചെയ്തത്, വേറൊരു വരുൺ എന്നത് മിസ്റ്റർ വരുണാണ് ഡയറക്റ്റ് ചെയ്തത്. അതിനകത്ത് ദീപു പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു. അത് കഴിഞ്ഞ് ദീപു ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയി. ദീപുവിൻ്റെ അടുത്ത് ആലോചിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും സെക്കൻഡ് ഫിലിം നമുക്ക് ഒരുമിച്ച് ഒരു ഫിലിമായി, പിന്നെ അടുത്ത് സെക്കൻഡ് ഫിലിമിലോട്ട് പോകണ്ട, ദീപു അത് വേറെ ആരെങ്കിലും ഏതെങ്കിലും ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ദീപു അത് തുടക്കത്തിൽ ആരാണെന്ന് എനിക്കറിയത്തില്ല, ഒരു പ്രൊഡ്യൂസറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ഷെഡ്യൂൾ മുന്നോട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്ന് അയാൾ പിന്മാറുമ്പോൾ ഒരു പടത്തിനൊരു നെഗറ്റീവ് വരാമല്ലോ. ഒരു ഷൂട്ട് തുടങ്ങി ഇങ്ങനെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് കൊണ്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു എല്ലാവർക്കും, ഈവൻ ഡയറക്ടർക്ക് മാത്രമല്ല അഭിനയിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അതൊരു പേര് ദോഷമാണ്. അങ്ങനെ വന്നപ്പോൾ ദീപു ഞാനുമായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോഴും ഞാനത് സീരിയസ് ആയിട്ട് അതിനകത്തോട്ട് എൻ്റർ ചെയ്തില്ല. ദീപുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചില സപ്പോർട്ടിലൊക്കെ ചെയ്യാം, ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ ഫിനാൻഷ്യൽ ആണ് ഉദ്ദേശിച്ചത്. പിന്നെ ഗ്രാജുവലി പറഞ്ഞു വന്ന് എങ്ങനെയോ ഞാൻ അതിനകത്ത് എത്തി ഒരു 50% ഇതിനെ പ്രൊഡക്ഷനിലായിട്ടാണ് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ 50 കഴിഞ്ഞപ്പോൾ ബാക്കിയും കൂടെ ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പടം പൂർത്തിയാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് എൻ്റെ എൻട്രി ഇതിനകത്ത്.